ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് സൈനപ്പ് ചെയ്താൽ മാത്രം മതി. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അക്കൗണ്ട് ബാലൻസ്, അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും കോയിനും, അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു 20 ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഈ 20 ടിക്കറ്റ് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് അടിയിലോട്ട് പോകുമ്പോൾ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 100% എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട്, പ്ലേ ടൈം എന്ന് പറഞ്ഞിട്ട്, പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം അത് അൺഅവൈലബിൾ ആണ്, വന്നിട്ടില്ല. അപ്പോൾ നമുക്കവിടെ അടിയിലായിട്ട് കാണാൻ പറ്റും ബെസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ സർവേ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് സർവേക്ക് പോകും. അങ്ങനെ സർവേ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ കാണാൻ പറ്റും പോയിൻറ്റ്സ് കാര്യങ്ങളും. 20 മിനിറ്റിൻ്റെ സർവേ, 18 മിനിറ്റിൻ്റെ സർവേ, അങ്ങനെ കുറേ ടൈമിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ അടിയിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബെസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മളൊരു ടാസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അതിലെന്താണ് കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അതിൽ ഡീറ്റെയിൽസ് അവർ കൊടുക്കും. അപ്പോൾ കാണാൻ പറ്റും ഏറ്റവും മുകളിലത്തെ ഈ ലൂട്ട് പാരറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താലേ അതിനനുസരിച്ചുള്ള കോയിൻ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വേറൊരു ഗെയിം, അതായത് ക്രിപ്റ്റോ മൈനർ ടൈക്കോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 26,250 കോയിൻസാണ് അവർ റിവാർഡായിട്ട് തരുന്നത്. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ കോയിൻസ് ഇങ്ങനെ പുതിയത് ആഡ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ ഓഫേഴ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നല്ല രീതിയിൽ ക്യാഷ് ഇട്ട് തീർക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വേറെ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. ഇതും അതുപോലെ തന്നെ ഇവിടെ മാച്ച് മീ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഗെയിമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരും മാച്ച് മീ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ലോഡ് ചെയ്തിട്ട് കുറേ ഫോട്ടോസ്, ഇമേജസ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് കാണുന്ന കത്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ഇമേജായിട്ട് മാച്ച് ചെയ്യണ ഇമേജസ് ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായാലും അറിയാം ഇതാണെന്നുള്ളത്, ഈ ഒരു ഓപ്ഷനാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഇമേജ് ഏതൊരു ഇമേജായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇതാക്കാം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് അത് ഇത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു മുളകിൻ്റെ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഒരു 30 കോയിൻ ഇപ്പം എൻ്റെ ആഡ് ആയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് വാലറ്റിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, 30 കോയിൻ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. നേരത്തെ 0 കോയിൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പ്ലേ ഗെയിംസിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സ്പിന്നർ എന്ന് പറഞ്ഞത്. സ്പിന്നറും സ്ക്രാച്ച് കാർഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. വെറുതെ സ്പിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വീൽ ഇങ്ങനെ കറങ്ങിയിട്ട് അതിലുള്ള റിവാർഡ് കിട്ടും. സ്ക്രാച്ച് ആണെങ്കിലും അങ്ങനെ തന്നെ സ്ക്രാച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ടിക്കറ്റ് എന്ന് വെച്ചാൽ മാച്ച് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ടിക്കറ്റ് കഴിയുകയാണെങ്കിൽ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ടിക്കറ്റ് വീണ്ടും റീഫിൽ ചെയ്യും, വീണ്ടും പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വിട്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഈ ടാസ്ക് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ വാലറ്റ് എന്നുള്ള നിങ്ങൾക്ക് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോകുകയാണെങ്കിൽ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ ഐക്കോണിൻ്റെ പ്ലസ് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ UPI സെലക്ട് ചെയ്യുക. അതിനുശേഷം UPI ID നമ്മൾ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് അതേപോലെ നമുക്ക് വിഡ്രോ അടിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും തന്നെ യൂസ് ചെയ്ത് നോക്കുക.